ഇനി നമ്മൾ അടുത്ത് പോകുന്നത് വർക്കല സീറ്റിലേക്കാണ്. വർക്കലയിലും വലിയ പൊട്ടിത്തെറിയാണ് നടന്നിരിക്കുന്നത്. വർക്കല സീറ്റിനെ ചൊല്ലി NDAയിലാണ് കലഹം. സീറ്റ് BDJSന് നൽകിയതിൽ BJPയിൽ എതിർപ്പുണ്ട്. BJP നേതാവ് ആലങ്കോട് ദാനശീലൻ BDJSനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന ചില പ്രചരണങ്ങളുണ്ട്. പ്രാദേശിക നേതാക്കളുടെ ചില ശബ്ദരേഖകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദരേഖയും നമുക്ക് കേൾക്കാം. നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കിടന്ന് ഈ സംസാരിക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. എല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ട് ജോയിയെ തോൽപ്പിക്കുക. ജോയി തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. ആ മാർഗം കഹാറിനെ ജയിപ്പിക്കുക. നമ്മളെ ആൾക്കാരെല്ലാം വോട്ടും കഹാറിന് കൊടുക്കുക. നോക്കാം നമുക്ക് വർക്കലയിലെ കണക്കുകൾ എങ്ങനെ വരുന്നുവെന്ന് നോക്കാം. വി ജോയ് മത്സരിക്കുന്നു, വർക്കല കഹാർ മത്സരിക്കുന്നു. BDJSനാണ് NDAയുടെ സീറ്റ് ഇത്തവണ നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീനിവാസൻ വേണുഗോപാൽ അവിടെ മത്സരിക്കുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ വർക്കലയിൽ ഉള്ള ഒരു നോക്കുമ്പോൾ വർക്കല കഹാർ 2001 തൊട്ട് അവിടെ വർക്കല കഹാർ വലിയ നേട്ടം കൊയ്യുന്നു. 2001 തൊട്ട് മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആധിപത്യം നമുക്ക് കാണാനും കഴിയും. വർക്കല കഹാറിൻ്റെ വോട്ട് 57,000, 50,000 അങ്ങനെ ആണ് രണ്ട് ഘട്ടങ്ങളിലായി നമുക്ക് കാണാൻ കഴിയുന്നത്. 57,000 2011 വരുന്നു. 2017 അത് 50,000 മാറുന്നു. പക്ഷേ ഇതിൽ ഒരു വ്യത്യാസം വരുന്നത് വി ജോയ് അവിടെ 2016 ജയിക്കുന്നു, 53,102 വോട്ടുകൾ നേടുന്നു. അതോടൊപ്പം 2021 അത് 68,000 വോട്ടുകളായി വി ജോയ് ഉയർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മൂന്ന് തിരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ LDFൻ്റെ വോട്ട് വർക്കലയിൽ നല്ല ശക്തമായി തന്നെ ഉയരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. 2011 അത് 47,045 2016 ആകുമ്പോൾ അത് 53,102 ആകുന്നു. 2021 ആകുമ്പോഴേക്കും അത് 68,816 ആകുന്നു. പക്ഷേ BJPയുടെ വോട്ട് ഏറ്റവും ചുരുങ്ങിയ ഒരു ഘട്ടം 3,430 വോട്ടാണ് BJPക്ക് 2011 ഉണ്ടായത്. പക്ഷേ അത് 2021 ആകുമ്പോഴേക്കും 11,214 വോട്ടാകുന്നു. BJPക്ക് അവിടെ ഇനി എന്ത് നിർണായകമായി മുന്നേറാൻ കഴിയും എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വർക്കലയിൽ ഒരു ത്രികോണ മത്സരമുണ്ടോ എന്ന സംശയം. ഏതായാലും UDFും LDFും നേർക്കുനേർ വരുന്ന ഒരു ചിത്രം. അത് ഈ നിലവിലെ കണക്കുകളിൽ ഇപ്പോൾ LDFന് ഒരു മേൽക്കൈയുണ്ട്. പക്ഷേ ഈ UDFന് വലിയ പോരാട്ടം കാഴ്ചവെക്കണമെങ്കിൽ അവർക്കിടയിലെ ഈ പടലപ്പിണക്കങ്ങൾ അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.